നിങ്ങളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഡയലോഗ് ഡിലൈറ്റ്സിന്റെ ആദ്യത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിനായിട്ട് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് കേംബ്രിഡ്ജിലാണ്. ഇവിടെ എന്നോടൊപ്പം എന്റെ കൂട്ടുകാരി സൗമ്യയുണ്ട്. ഒപ്പം ഞങ്ങളുടെ ക്യാമറാമാൻ റിബിച്ച്. 3 മണിക്കൂറുണ്ട് ലണ്ടനിൽ നിന്ന് കേംബ്രിഡ്ജിലേക്ക് വരുമ്പോൾ. പക്ഷേ ഓഫ്കോഴ്സ് നമ്മുടെ ലണ്ടൻ തന്നെയാണ് നല്ലത്. യാത്രയ്ക്കായാലും ട്രെയിൻ സംവിധാനങ്ങളൊക്കെ ആയാലും നമുക്ക് പുറത്തൊക്കെ ബുദ്ധിമുട്ടി. എങ്കിലും ഞങ്ങൾ അവസാനം കേംബ്രിഡ്ജിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഡയലോഗ് ഡിലൈറ്റ്സിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂലൈ 5 ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു. 14 വർഷങ്ങൾക്ക് ശേഷം കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അതിലൊരു ലേബർ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ 800 വർഷങ്ങൾക്ക് ശേഷം കേംബ്രിഡ്ജ് സിറ്റി കൌൺസിലിന്റെ ആദ്യത്തെ ഏഷ്യൻ മേയർ, ആദ്യത്തെ മലയാളി ശ്രീ ബൈജു വർക്കിത്തിട്ടാലയ്ക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ ആർപ്പുക്കരയിൽ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം ഏകദേശം 18ാമത്തെ വയസ്സിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. നാട്ടിൽ ചെയ്യാത്ത ജോലികളില്ല. വളരെ വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ വളരെ ദൂരം നടന്ന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സാധാരണ പയ്യനിൽ നിന്നും ബെൻസിന്റെ ചക്രങ്ങളെ സ്വപ്നം കണ്ട ഇപ്പോൾ കേംബ്രിഡ്ജിന്റെ നഗരപിതാവായിരിക്കുന്ന ആ ശ്രീ മേയർ ബൈജു തിട്ടാലയിലേക്കുള്ള ദൂരം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കണം. ആ ദൂരം അളക്കുക എന്ന് പറയുന്നത്, അല്ലെ, അതിനെപ്പറ്റി ഡീറ്റെയിൽഡായി ഒരു ചെറുതായി പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള അസംഭവ്യമായ ഒരു കാര്യമാണ്. കാരണം ആ യാത്ര ഒരു വല്ലാത്ത യാത്രയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പം മുതലേ ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു ഞാൻ. ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഭയങ്കരമായ അംബീഷൻ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ സ്കൂളിൽ പഠിച്ച് SLC കഴിഞ്ഞു. അവിടുത്തെ ഏറ്റവും വലിയ കോളേജാണ് ഗെയ് കോളേജ്. ഗെയ് കോളേജിൽ അഡ്മിഷൻ ചെയ്യുന്നിട്ട് അഡ്മിഷൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പാരൽ കോളേജിൽ പോകുന്നു. എൻ്റെ അവിടുത്തെ സുദീപ എന്ന് പറയുന്ന പാരൽ കോളേജിൽ ഗോപി സാറ് അമ്മാളെ അവിടെ അഡ്മിഷൻ തരുന്നു, അവിടെ പഠിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്കൊക്കെ ചേരുന്നുണ്ട്. പക്ഷേ വളരെ സാധാരണക്കാരനായ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അപ്പോൾ it was extremely impossible for me to continue studies. സോ ഞാൻ അപ്പോഴും എനിക്ക് വക്കീലാണെന്നും പൊളിറ്റീഷ്യനാണെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും കഴിഞ്ഞ ദിവസം മമ്മി പറഞ്ഞു, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ പപ്പായുടെ ചെറുപ്പമായിരിക്കുമ്പോഴത്തേക്കും പപ്പായുടെ ഷർട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ബൂട്ട് പോലെ നേരത്തെ മുട്ടുമല്ലോ, അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ നടന്ന് ഞാനതൊന്നും ഓർക്കുന്നു കേട്ടോ, മമ്മി ഓർക്കും. അപ്പോ അതേ രീതിയിലൊരു അംബീഷൻ ആയിരുന്നു. അംബീഷൻ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ പല പണികളും ചെയ്യുന്നു. കേരള ആർപ്പുക്കരയിൽ പല പണികളും ചെയ്യുന്നു. ഞാൻ അവിടെ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ ബാബു എനിക്ക് തോന്നുന്നത് തോമസ് ചാഴിക്കാണ് അവിടെ ഈ ബണ്ട് പിടിക്കുന്ന ഈ പാടമാണ്, ഈ അപ്പർ കുട്ടനാട്. അപ്പൊ അവിടെ ഈ കട്ട കുത്തുന്നവർ, അതിൽ കട്ട കുത്താൻ ഈ കട്ട കുത്തി കൊണ്ടുവരുന്ന കട്ട എടുത്ത് ബണ്ട് പിടിക്കുന്ന പണിക്ക് വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോ അങ്ങനെ അത് കഴിയുന്നു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഡൽഹിയിലുണ്ട്, അവരെ വിളിക്കുന്നു, ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിൽ ചെന്നിട്ട് എന്തൊക്കെ പണികൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പണ്ട് മാള് രസികനാണ്. എന്താ പറയുന്നത്, മോഹൻലാൽ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഞാൻ പണ്ട് ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. അപ്പൊ കറക്റ്റായി മോഹൻലാൽ പറയുന്നത്. അപ്പം അങ്ങനെ വിവരമില്ലാവും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഡൽഹിയിരുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് പോയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെയറായിട്ട് ജോലി ചെയ്ത് തുടങ്ങുന്നത് 2-3 വർഷത്തോളം കെയറായിട്ട് ജോലി ചെയ്തു. പക്ഷെ ഐ വാസ് നോട്ട് ഹാപ്പി. കാരണം എന്നാൽ എനിക്ക് 27-28 വയസ്സേ ഉള്ളൂ. നമ്മൾ ആയുസ് കാലം മുഴുവൻ നമുക്കിതിൽ നിന്നൊരു കെയർ ജോബ് മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഐ നോട്ട് ഹാപ്പി ബിക്കോസ് ദിസ് ഇസ് നോട്ട് മീ. എനിക്ക് ഐ ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ് എന്ന് പറയുന്നത് മോശം ജോബാന്ന് ഒരിക്കലും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് അപ്പം അങ്ങനെ ഞാൻ പഠിക്കാൻ പോകുന്നു. പിന്നെ അവിടെ തന്നെ ലീഡർഷിപ്പ് സ്കിൽസ് എന്നിലുണ്ടായിരുന്നു. കാരണം അവിടെ ഈ യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇടപെടും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ലീഡറായിട്ട് മാറി. അവരുടെ ഇടയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ആദ്യം എൻ്റെ എഴുതും, ബൈജു നമുക്ക് ഈ പ്രശ്നം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ അവർ തന്നെ നമ്മൾ പലപ്പോഴും വൈഫിന് അറിയാതെ പണ്ട് പോലെ എനിക്ക് വക്കീലാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവൾ I was depressed. പിന്നെ എനിക്ക് ചില പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ വല്ലാതെ ഡിപ്രസ്ഡ് ആയിപ്പോയി. സോ അപ്പൊ അങ്ങനെ ആ ഡിപ്രഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്
ഞാൻ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നു, പഠിക്കുന്നു, LLB ചെയ്യുന്നു. ആദ്യം ഫൗണ്ടേഷൻ കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ നിന്ന് ചെയ്യുന്നു. അത് കഴിഞ്ഞ് LLB ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലയിൽ പോയി എംപ്ലോയ്മെന്റിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് MPhil PhD കമ്പൈൻഡ് പ്രോഗ്രാം അഡ്മിഷൻ കിട്ടുന്നു. ഒരു പക്ഷേ കേംബ്രിഡ്ജിൽ PhDക്ക് അഡ്മിഷൻ MPhil PhDക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചാൽ ഒറ്റയാൾ ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു. അതായത് ഫൈനാൻഷ്യലി ഐ വാസ് ലിറ്ററലി സ്ട്രഗ്ലിംഗ്. കാരണം 6-7 വർഷം നമ്മൾ പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഐ ഡ്രോപ്പ് ദാറ്റ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് തുടങ്ങുന്നു. പിന്നെ ക്രിമിനൽ ഡിഫൻസ് ക്രിമിനൽ ലോയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പോഴും എനിക്ക് എംപ്ലോയ്മെന്റിലോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആ തൊഴിലാളി, പക്ഷെ എംപ്ലോയ്മെന്റിൽ ഒരു കുഴപ്പമാണ്, ഇറ്റ് വോണ്ട് ഗിവ് യു ഇനഫ് ടു ഫീഡ്. ലൈക്ക് നമുക്ക് ഇത് ആവശ്യത്തിനുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എസ്പെഷ്യലി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒത്തിരി കേസുകൾ ഫ്രീ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബട്ട് ഐ ഹാവ് ടു ലിവ് അല്ലേ. അപ്പം അങ്ങനെ വന്നപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കംപ്ലീറ്റ് വിട്ടിട്ട് സ്റ്റേറ്റ് അതിന്റെ എക്സാം ഉണ്ട്. നാട്ടിലെ പോലെ സർക്കാർ ഭരണം മാറുന്നതനുസരിച്ച് പോകുന്നതല്ല സ്റ്റേറ്റ് സോളിസിറ്റർഷിപ്പ്. അപ്പോൾ അതിന് എക്സാം എഴുതി. ആ എക്സാം ഞാൻ എഴുതുന്നു. എക്സാം എഴുതി കിട്ടി. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് ഡിഫൻസ് ഡ്യൂട്ടി സോളിസിറ്റർ എന്ന് പറയും ഇവിടെ. അതാണ് ഇവിടെ വരെ എത്തി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് വളരെ സജീവമായിരുന്നു. 2008 മുതൽ ലേബർ പാർട്ടിയിൽ ഞാൻ 8ആണോ 7ആണോ, എന്നാലും അതിനു മുമ്പ് ആ സമയങ്ങളിലൂടെ ഞാൻ ക്യാമ്പയിനിങ് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഫോട്ടോസ് വല്ലതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ MP ഇവിടെ ഞാൻ 2008 ക്യാൻവാസ് ചെയ്യുന്ന ഒരു ഫോട്ടോ പുള്ളി എനിക്ക് കഴിഞ്ഞു സാധിച്ചിരുന്നു. അപ്പം എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമാണ്. പിന്നെ ഇവിടുത്തെ പൊതു മേഖലയിൽ പൊതുരാഷ്ട്രീയത്തിൽ സാമൂഹികവും സോഷ്യൽ പൊളിറ്റിക്കൽ ആയ പ്രശ്നങ്ങളിലെല്ലാം ഞാൻ കൃത്യമായി സ്റ്റാൻഡ് എടുക്കുന്നു, അവരുടെ കൂടെയുണ്ട്. അങ്ങനെ 2018 മത്സരിക്കുന്നു. അത് കഴിഞ്ഞ് ഇലക്ഷൻ തോറ്റു പോകുന്നു, വീണ്ടും ജയിക്കുന്നു, വീണ്ടും നിൽക്കുന്നു, വീണ്ടും ജയിക്കുന്നു. അത് കഴിഞ്ഞ വർഷം ഡെപ്യൂട്ടി മേയറായി, ഈ വർഷം മേയറായി. അപ്പൊ ഏതാണ്ട് ഞാനൊരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. താങ്ക് യു. അങ്ങ് അല്പം മുമ്പ് ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. അങ്ങയുടെ വൈഫ് ഒരു നേഴ്സാണെന്നും നിങ്ങളുടേതൊരു പ്രണയ വിവാഹമാണെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടാകാം. അപ്പൊ എങ്ങനെയാണ് കുടുംബം അങ്ങ് ഈ വലിയ രാഷ്ട്രീയ വളർച്ചയിലേക്ക് എത്തിപ്പെടാൻ സഹായിച്ചത്? ഇത് ഒന്നാമത്തെ ഞാൻ ഒരു വലിയ രാഷ്ട്രീയ വളർച്ചയൊന്നും കാണുന്നയാളല്ല. ഞങ്ങൾക്ക് പക്ഷേ അത് നമ്മൾ ഇതിനെ കാണുന്നതിനാണ്. ഞാൻ പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ചത് ഇഫ് യു ഹാവ് ദ വിഷൻ, ഇഫ് യു ഹാവ് ദ പാഷൻ ആൻഡ് ഇഫ് യു ഹാവ് ദ ടൈം ടു റീഡ് വാട്ട് പൊളിറ്റിക്സ് യു ആർ ഫോളോയിങ്, ഇറ്റ്സ് വെരി സിമ്പിൾ ടാസ്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് എനിക്ക് രാഷ്ട്രീയത്തോട്ട് വലിയ ഭ്രമമുള്ള ആളാണ്. നീ പോളിസി ഡിബേറ്റ് ചെയ്യുക, പോളിസി കൊണ്ടുവരിക, മാറ്റങ്ങൾ പഠിക്കുക, അതെനിക്ക് വലിയ ഭ്രമമുള്ള ഒരാളാണ്. രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് പൊളിറ്റിക്സ് ആയിരിക്കും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ കൗൺസിലിലെ പല ഡിബേറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടാണ്, എല്ലാ യൂട്യൂബ് കൗൺസിലിൽ തന്നെ ഈ സൈറ്റിലുള്ളത്. ഞാനൊരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സോ ആ പാഷനോടുകൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ആ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും എനിക്കുണ്ട്. അപ്പൊ അതാണ് അതിന് ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റിന്റെ ആൻസർ അതാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ വൈഫ്, തീർച്ചയായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും വൈഫാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അവള് നൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് ചെയ്ത് അവള് പിള്ളേരെ വിട്ടു. ഞാൻ പഠിക്കുന്നത് പിള്ളേരെ ഒരു 9 മണിയാകുമ്പോൾ പിള്ളേരെ 9:30 പിള്ളേരെ കിടത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ ന്യൂസൊക്കെ കണ്ടിട്ട് ഒരു 10 മണി മുതൽ വെളുപ്പിന് 2 മണി വരെ ഇന്ന് പഠിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ 2-2:30 3 കിടക്കും. അപ്പൊ കിടന്നിട്ട് രാവിലെ ഒരു 9, വൈഫ് 8 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അപ്പൊ ഞാൻ നല്ല ഡീപ്പ്, അപ്പം അവള് പിള്ളേരെ കൊണ്ടുവിടും, എന്നിട്ട് അവള് ഉറങ്ങാൻ പോകും. അത് കഴിഞ്ഞ് ഞാനൊരു 2 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് പാർട്ട് ടൈം ജോലി, ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകും. അങ്ങനെ അത് തീർച്ചയായിട്ടും ഇഷ്ടമല്ലേ. പിള്ളേർ പോലും പറഞ്ഞു. എന്റെ ഇപ്പോഴും ഇന്ന് മോൾ നിന്ന് പറയണ്ട അടി, ഈ ഞങ്ങളൊക്കെ ദ ഹോൾ ഫാമിലി വാസ് ബിഹൈൻഡ് യു. ഒരിക്കലും കുടുംബത്തിന്റെ സപ്പോർട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രാജ്യത്ത് എസ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസ് ആണ് നമ്മളൊക്കെ. അപ്പൊ ഇത് ഒരു കാരണവശാലും പുറത്തുനിന്നൊരു സപ്പോർട്ടില്ല, ബന്ധുക്കളില്ല, ആരുമില്ല.